ഹായ് വെൽക്കം ടു ശ്രീബ വൈബ്സ് യൂട്യൂബ് ചാനൽ. ഇന്നലെ രാത്രി നമ്മൾ സൈറ്റ് വിസിറ്റ് പോയതിനൊരു ഇൻട്രൊഡക്ഷൻ എടുത്തില്ല. അപ്പോൾ ഇന്ന് ഞാൻ ഓർത്ത ഒരു ഇൻട്രൊഡക്ഷൻ എടുക്കാമെന്ന് കരുതി. അപ്പോൾ അത് ഇന്നലെ ഞങ്ങൾ സൈറ്റ് വിസിറ്റ് പോയതൊക്കെ കണ്ടിട്ടോ. ഞങ്ങളുടെ ഒരു നൈറ്റ് സൈറ്റ് വിസിറ്റ് ആണ് വന്നേക്കുന്നത്. ഈ സൈറ്റ് നമുക്ക് രാത്രിയാണ് ആക്സസിബിൾ ആണ്. അങ്ങനെ വന്നത് ഉള്ളിലോട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. വീഡിയോയുടെ പുറത്ത് കോമ്പൗണ്ടിന്റെ പുറത്ത് പാർക്കിംഗ്. ഫേമസ് ഒരു കമ്പനിയുടെയാണ്, പക്ഷെ പേര് ഞാൻ പറയുന്നില്ല, കോൺഫിഡൻഷ്യലായിട്ട്. ഇത് സിലിക്കൺ ഓഫീസസിന്റെ ഒരു വേറെ ഏരിയയാണ്. ഇവിടെ ഒത്തിരി ഓഫീസസും കാര്യങ്ങളൊക്കെ ഉള്ളത് ബ്യൂട്ടിഫുൾ ഏരിയയാണ്. ആ ഒരു ഓഫീസ് ഏരിയ ഇനി ഡ്രൈവ് ചെയ്ത് അങ്ങോട്ട് പോകുമ്പോൾ കാണിച്ചു തരാം. ഞാൻ നമ്മുടെ റോഡ് ഏരിയ, ഇതാണ് സിലിക്കൺ ഓഫീസസിന്റെ അതോറിറ്റിന്റെ ബിൽഡിംഗാണിത്. ഞങ്ങൾ പൈനാപ്പിൾ ബിൽഡിംഗ് എന്നാണ് പറയുന്നത്. ഈ തിരിച്ചു പോകുമ്പോൾ ഈ ബിൽഡിങ്ങിന്റെ അടുത്തൂടെ പോവുകയാണെങ്കിൽ അടുത്ത് എടുക്കാം. ഓക്കെ, നമ്മളിപ്പം അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഓഫീസ് സൈറ്റ് വിസിറ്റ് കഴിഞ്ഞിട്ട് ഇറങ്ങുക, ഏത് വഴി പോകണം എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷനിൽ ഇരിക്കുകയാണ്. അപ്പോൾ റൈറ്റ് തിരിഞ്ഞു പോകാമെന്ന് കരുതി അങ്ങനെ റൈറ്റ് തിരിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, അങ്ങ് ദൂരെ ഒരു റെഡ് കളർ കാണുന്നത് റാക്ക് ബാങ്കിൻ്റെ ഓഫീസാണ്. അത് ബാങ്ക്. അപ്പോൾ അതിൻ്റെ അടുത്താണ് എൻ്റെ അനിയൻ്റെ ഫ്ലാറ്റ് ഉള്ളത്. അപ്പോഴാണ് മനസ്സിലായത് അത് അനിയൻ്റെ ഫ്ലാറ്റിൻ്റെ ഏകദേശം അടുത്തായിട്ട് വരും ഈ സൈറ്റ് എന്നുള്ളത്. ഇവിടെയൊക്കെ രാത്രി എല്ലാം നല്ല ലൈറ്റ് ഇട്ട് ഒക്കെ നല്ല ഇതാണ്. പിന്നെ ഇതൊരു ഓഫീസസിൻ്റെ ഒക്കെ ഏരിയ ആയതുകൊണ്ടാണ് രാത്രി തിരക്കില്ലാത്തത്. ഇവിടെ നിറച്ചും ഫ്ലാറ്റും ആൾക്കാർ താമസിക്കുന്ന ഏരിയാസാണ്. എല്ലാം ഹൈ എൻഡ് ഓഫീസസ്, അങ്ങനെയൊക്കെ ഉള്ള കോർപ്പറേറ്റ് ഓഫീസസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, ആ ഒരു ഏരിയക്ക് അതൊക്കെ സിലിക്കൺ ഓഫീസസിലാണ് മിക്കതും വരുന്നത്. നമ്മൾ ഈ റൗണ്ട് അബൌട്ട് കഴിഞ്ഞ് നേരെ പോകുമ്പം, ഈ ലൈൻ തന്നെ നേരെ പോകുമ്പോൾ ഇപ്പം നമ്മൾ മെയിൻ റോഡിലേക്ക് കടന്നു, വീട്ടിലോട്ട് പോകുന്ന വഴി. ഇനി ഫുൾ ഇത് വ്യൂ തന്നെയാണ്, ഓരോ വ്യൂ ആയിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അത് അവന്യൂ മോൾ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇനി കുറച്ചുകൂടെ പോയി കഴിയുമ്പോഴത്തേക്കും എല്ലാ ഐക്കോണിക് ബിൽഡിങ്സിൻ്റെ കാണാൻ പറ്റും. അതൊരു പച്ച കളറിൽ പെട്രോൾ പമ്പ്, അതിൻ്റെ ലൈറ്റ് ഈനോക്ക് പെട്രോൾ പമ്പ് ആ കളറാണ്. അങ്ങ് ദൂരെ കാണുന്ന നമ്മുടെ ബിൽഡിങ്സ്, ഇതൊക്കെ ഐക്കോണിക് ബിൽഡിങ്സ്. ബുർജ് ഖലീഫ. ലേസർ ഷോ നടക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റില്ല. ഇതെല്ലാം ഫുൾ ഗോൾഡൻ ലൈറ്റ്സ് ആയിരുന്നു ഇന്നലെ ഞങ്ങൾ രാത്രിയിൽ വന്നപ്പോൾ. പലപ്പോഴും പലതരം കളേഴ്സാണ് രാത്രിയിൽ. ഇന്നലെ ഫുൾ ഗോൾഡൻ ഇതാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ബിൽഡിങ്സിനെല്ലാം. ഇത് നമ്മൾ മെയിൻ റോഡ്, അൽക്കേലി റോഡ് എന്ന് പറയും. ബുർജ് ഖലീഫയുടെ കുറച്ചും കൂടി വ്യൂ ഉണ്ട്, പക്ഷെ അത് ദൂരെയാ. നമുക്കത് തന്നെ ഒട്ടും വലിയ അങ്ങോട്ട് ക്ലിയർ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. ശരിക്കും രാത്രിയാണ് ദുബായ് കാണാൻ നല്ല ഭംഗി. നമുക്ക് സൈറ്റ് സീയിങ്ങിന് ഒക്കെ പറ്റിയ ഒരു സമയം. നൈറ്റ് ടൈം എല്ലാം വെൽ
ലൈറ്റഡ് ആക്കി അവർ നല്ല ബ്യൂട്ടിഫുള്ളാണ്. ഓരോ ബിൽഡിങ്സിൻ്റെ മുകളിലും അവിടെ ഫ്ലാഗിൻ്റെ ഇതും എല്ലാം ലൈറ്റ് ഷോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒക്കെ തിരക്ക് കൂടി വരുന്നുണ്ട് മെയിൻ ഏരിയ ഒക്കെ വരുമ്പോഴത്തേക്കും. നമ്മൾ സബൈൽ പാലസിന്റെ ആ സ്ട്രീറ്റിലോട്ട് കിടക്കുവാണ്. അസീസിയുടെ ഫ്ലാറ്റും ഒക്കെ ഈ ഏരിയയിൽ കൂടുതലുള്ളത്. അപ്പുറത്ത് കാണുന്നതൊക്കെ സ്കൈലൈൻ ബിൽഡിങ്സ് ആണ് എല്ലാം. ഓരോ ബിൽഡിങ്ങിന്റെ മുകളിൽ കണ്ട ഒരു ഫ്ലാഗ്, അവരുടെ ഫ്ലാഗിന്റെ ഇത് വെക്കുന്നതാണത്. ഞങ്ങൾ തിരിച്ചു പോയപ്പോൾ ഏകദേശം ഒരു 8:30 9 മണി ഒക്കെ ആയി. അത് കാരണം തിരക്ക് കുറവാണ്. കാരണം പിറ്റേ ദിവസം ബുക്കിംഗ് ഡേ ആയതുകൊണ്ട്. അല്ലെങ്കിൽ വീക്കെൻഡൊക്കെയാണ് പോകുന്നതെങ്കിൽ നല്ല തിരക്കായിരിക്കും റോഡിൽ. ആ ഫ്ലാഗ് കാണാൻ നല്ല രസമുണ്ടല്ലേ, അങ്ങനെ ലൈറ്റ് ചെയ്ത് വെച്ചിട്ട്. ഇതൊക്കെ ഡേറ്റ് പാം ആണ്. നടുക്ക് നിൽക്കുന്ന എല്ലാം ഡേറ്റ് പാം, അതിനകത്ത് ഡേറ്റ്സും എല്ലാം ഉണ്ട്. ഈന്തപ്പഴം. ഇത് നമ്മളുടെ മക്തൂം ബ്രിഡ്ജ്. ബ്ലൂ കളർ റെഡ് കളർ കാണുന്നത് ഹിൽട്ടൺ ഹോട്ടൽസും, മറ്റേ റെഡ് ലൈറ്റ് ഇട്ടേക്കുന്നത് മാരിയറ്റ്. ഇവിടെ ഒരു ബ്രിഡ്ജാണ് ആക്ച്വലി. താഴെ വെള്ളം ഇപ്പം രാത്രി ആയതുകൊണ്ട് കാണാൻ പറ്റില്ല. ക്രീക്ക് ഏരിയ. ഈ പാലം കഴിഞ്ഞ് കഴിയുമ്പോൾ ഞങ്ങളുടെ വീടാവും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. Take care. Stay healthy, stay happy.